അതുപോലെ എവിടേക്കോ വിളിച്ചു പറഞ്ഞിട്ട് പഴയ ആയുധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആയുധങ്ങൾക്ക് തീർക്കാനാകുന്നതായിരിക്കില്ല കേരളത്തിലെ ജനാധിപത്യം. ഒരു ക്രിമിനൽ സംഘത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ യൂത്ത് കോൺഗ്രസും KSU എന്നൊക്കെ പറഞ്ഞാലും ആ നടത്തുന്ന ആക്ഷൻ നടത്താൻ ഒരു ടീമുണ്ട്. അപ്പൊ ഇത് കോൺഗ്രസ് നടത്തുന്നതും ഗാന്ധിയന്മാരെ കൊണ്ടല്ലല്ലോ. ഒരു ക്രിമിനൽ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കുക. ഉദാഹരണം, സർക്കാരിന്റെ വാഹനം അടിച്ചു പൊട്ടിക്കുക, പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തുക, മുളക് പൊടി വരിക. ചാലക്കുടി ഡിവൈഎഫ്ഐക്കാരും അടിച്ചു അല്ല പറയട്ടെ, ഞാൻ ഡിവൈഎഫ്ഐക്കാരുടെ അടി വേണേൽ നമുക്ക് വേറെ എടുക്കാം. അപ്പൊ ഇതിങ്ങനെ നടത്തി ഇവിടെ ഇങ്ങനെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത് സമാപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് അണിനിരക്കുന്ന ഒരു സമാപനം ഉണ്ടല്ലോ. ആ സമാപനം ഇതിന്റെ അകത്ത് അകപ്പെട്ടു പോകും എന്നാണ് അവർ ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇതിനൊന്നും കേരളത്തിലെ ജനങ്ങളെ കിട്ടത്തില്ല. കലാപം നടത്താൻ വരുന്ന അക്രമകാരികളെ അത് പോലീസ് നിയമപരമായിട്ട് അത് ആവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. DGP ഓഫീസ് മാർച്ച് മാത്രമല്ല, ഇന്ന് ഈ നവകേരള സദസ്സിനെ കുറിച്ച് പൊതുവെ പ്രതിപക്ഷം പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മറിയക്കുട്ടി ചേച്ചിക്ക് മറുപടി കൊടുക്കാൻ ഈ നവകേരള സദസ്സിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. ആ പ്രതികരണങ്ങൾ പലതും ഇപ്പൊ P. രാജീവ് മിനിസ്റ്റർ പറഞ്ഞത് നിയമപരമായ പ്രതികരണം എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്നതാണ്. അരുണ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് സഹിച്ചതിനെ ഏൽപ്പിക്കും. ഞാൻ ഒന്നങ്ങ് പോകാൻ. ഈ മറിയക്കുട്ടി ചേട്ടത്തിക്ക് 1600 രൂപ മാസം കൊടുക്കാൻ കോടതിക്ക് പറയേണ്ടി വന്നത് കേരളത്തിൽ ഈ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ്. 600 രൂപയായിരുന്നു. അത് 18 മാസം കൊടുത്തിരുന്നില്ല. 18 മാസക്കാലത്ത് പെൻഷൻ കൊടുത്തു തീർത്ത് 600-ൽ നിന്ന് 1600 രൂപയാക്കിയ ഞങ്ങൾക്ക് ഇതെല്ലാ മാസവും വീടുകൾ, കോവിഡ് കാലത്ത് ഒരു ദിവസവും മുടങ്ങില്ല. 3 മാസക്കാലത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വീടുകളിൽ എത്തിക്കാനുള്ള തടസ്സം ഭരണഘടനാപരമായി കേരളത്തിന് നൽകേണ്ട വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി അക്കാര്യത്തിൽ കൂടി ഇടപെട്ടാൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അനുച്ഛേദം 131 പ്രകാരം കേരളത്തിന്റെ അവകാശം തരണം. ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ പണത്തിന്റെ പകുതി കിട്ടിയാൽ ആയിരക്കണക്കിന് 60 ലക്ഷത്തിലധികം വരുന്ന മറിയക്കുട്ടി ചേട്ടത്തിമാർക്ക് 1 മിനിറ്റ് പോലും വൈകാതെ പണം എത്തിക്കുന്നതിൽ ഒരു വ്യത്യസ്തമായ മാനസികാവസ്ഥയും ഈ ഗവൺമെന്റിനില്ല. അപ്പൊ അതുകൊണ്ട് ഈ തടസ്സങ്ങൾ കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു കാര്യം പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ മഞ്ചേശ്വരത്ത് നിന്ന് യാത്ര തുടങ്ങിയല്ലോ. യാത്ര തുടങ്ങി കല്യാശ്ശേരി വരുന്നത് വരെ പൊതുവെ എവിടെയാണ് പ്രതിഷേധം? കുറ്റവിചാരണ സദസ്സ് എന്നൊക്കെ പറയുന്ന വളരെ സർഗാത്മകമായിട്ടുള്ള നമ്മൾ കണ്ടത്. പിന്നീട് ഇത് സംഘർഷത്തിലേക്ക് പോകുന്നു. ഇതിപ്പോ ശരിക്കും നിങ്ങൾക്കൊരു ആശങ്കയുണ്ടോ? കാരണം ഇത് അവസാനിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നാണ് നിങ്ങളുടെ ഭരണപക്ഷത്തിന്റെ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ. കേരളത്തെ അറിയിച്ചു. എന്താണ് നവകേരള സദസ്സ് പറയാനുള്ളത്? കേരളത്തെ അറിയിച്ചു. 4-6 മണ്ഡലം ഒഴികെ 134 മണ്ഡലങ്ങളിൽ ഞങ്ങൾ കാര്യം പറഞ്ഞു. 14 ലക്ഷം മനുഷ്യരാണ് ഒഴുകി വന്നത്. അതെ, 14 ലക്ഷം ഒന്നുമല്ല അല്ലേ? അത് കൂടുതലുണ്ടോ? പിന്നെ ശരാശരി 10,000 വെച്ച് നോക്കി ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്ര ലക്ഷം ആളാ വന്നത്? എന്റെ ജില്ലയിൽ തന്നെ. ആലപ്പുഴയായിരുന്നോ കൂടുതൽ? അല്ല, കണ്ണൂര് ആലപ്പുഴ. എന്റെ ജില്ലയിൽ തന്നെ ഒഴുകി വന്നത് എത്ര ലക്ഷം ആളാ? അപ്പൊ അതിന് കണക്കൊന്നും ഇപ്പൊ എന്റെ കയ്യിൽ പറയാൻ പറ്റില്ല. കണക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആളുകൾ ഇതിലേക്ക് ഒഴുകി വന്നു. പൈസ കൊടുക്കാനുള്ള കണക്കാണോ? അല്ല, സംഘാടനത്തിന്റെ ഭാഗമായി ചെലവായ അതിൽ ചിരിയുണ്ട്. സഹിച്ചറിയ മിനിസ്റ്റർ ചില കാര്യങ്ങൾ പറയുന്നത് ചിരിയിലൂടെയാണ്. അത്യുജ്വലനായിട്ടുള്ള സംഘാടകനാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാൾ തീർച്ചയായിട്ടും സഹിച്ചറിയ മിനിസ്റ്റർ. അതിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മിനിസ്റ്റർ എന്ന നിലയിൽ പോലും ആ സംഘാടനത്തിന്റെ മികവ് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം തന്നെ വിമർശനത്തിന് വിധേയമാണല്ലോ. അതുകൊണ്ടാണ് എന്താന്ന് വെച്ചാല് സംഘാടനം ജീവിതത്തിൽ പഠിച്ചത്. താങ്ക് യു. അപ്പൊ നമ്മൾ മിനിസ്റ്റർ എന്ന് ഒഴിവാക്കാം. 5 മിനിറ്റ് നമുക്ക് ഒരുമിച്ചിരിക്കാം. നമ്മുടെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരോട് ഒപ്പം വളരെ ചെറിയ പ്രായത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യമാണ്. അത് എന്റെ ജീവിതത്തിൽ വലിയ അനുഭവം. ഈ യാത്ര നൽകുന്ന ഒരു അനുഭവം എന്താണ് മിനിസ്റ്റർ? ഒരു വലിയ അനുഭവമാണ്. ഞാനിപ്പം തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ കുറെ നിർദ്ദേശങ്ങൾ മേടിച്ചല്ലോ, കുറെ പരാതികൾ വന്നല്ലോ. വകുപ്പ് തലത്തിൽ ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ പരാതികളും പരിശോധിച്ച് പരിഹാരം കാണേണ്ടത് പരിഹാരം കാണും. ഇനി കാണാൻ കഴിയാത്തതാണെങ്കിൽ അവരെ അറിയിക്കുന്നുണ്ട്. ഇത് ഇന്ന കാരണത്തിന് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മളത് സോർട്ട് ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇനിയും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ എക്സ്പീരിയൻസാണ്. നമ്മൾ ഈ 140 മണ്ഡലങ്ങളിൽ പോയാലും ഇവര് ദൂർത്താന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ ഞാൻ പരിപാടി നടത്തി. സർക്കാരിന്റെ ഒരു പൈസ ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഞാൻ MLA എന്നുള്ള നിലയിൽ എന്റെ സുഹൃത്തുക്കളോടും എന്റെ പരിചയക്കാരോടും നിങ്ങൾ ഇച്ചിരി പൈസ ബൈക്കിന് തരണം, നിങ്ങൾ ഇച്ചിരി പൈസ പന്തലിന് തരണം. പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ 10,000 പങ്കെടുക്കുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, അവർക്ക് വെയിലില്ലാതെ മഴയില്ലാതെ അവർക്ക് പങ്കെടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും. 1 രൂപ കേരള സർക്കാരിന്റെ സഹിച്ചരം ഈ പരിപാടിക്ക് മേടിച്ചിട്ടുണ്ടോ? എന്തൊക്കെ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സഹകരിക്കാൻ താല്പര്യമുള്ളവർ വന്നു. അത് ജനകീയ പിന്തുണയോടുകൂടിയാണ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. 101%. എന്റെ മണ്ഡലത്തിൽ എന്റെ ജില്ലയെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഞങ്ങൾ സർക്കാരിന്റെ ഒരു പണവും എടുത്തല്ല ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളൂ. മറ്റ് മണ്ഡലങ്ങളിലും MLA മുൻകൈ എടുത്ത് ചെയ്തതാണ്. അങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള അവകാശമെങ്കിലേ. ഇപ്പൊ കേരളീയം നടത്തിയതും അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിനെ കുറിച്ചൊരു വലിയ വാർത്ത വരികയും വിവാദമാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അതിന്റെ കണക്ക് പുറത്തു വരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളീയം നടത്തിയതിനകത്തും ഭൂരിപക്ഷം സ്പോൺസർഷിപ്പ്.
ഇപ്പോ സാംസ്കാരിക വകുപ്പാണല്ലോ ഏറ്റവും കൂടുതൽ കലാപരിപാടി, അത് ഭൂരിപക്ഷം സ്പോൺസർഷിപ്പാണ്. എന്റെ കണക്ക് ഇപ്പൊ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാശ് തന്ന ആളിനെ പറ്റിയും പറയാം, ചെലവായതിനെ പറ്റിയും പറയാം. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. നമ്മൾ വളരെ സുതാര്യമായി ചെയ്യുന്നൊരു കാര്യം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അരുണെ, ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്താൻ ജനങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടോ? നിങ്ങളൊരു തീർച്ചയായിട്ടും ഞാനതിനെ കാണുന്ന ചോദ്യം നമ്പർ 1, എല്ലാ വിമർശനങ്ങളോടും കൂടി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗവേണൻസ് മോഡലാണ് എന്നുള്ളതാണ്. അത് പ്രേക്ഷകരോട് ഞാൻ ഇന്നലെ മീറ്റ് ദി എഡിറ്റേഴ്സിന് സംസാരിച്ചു. പക്ഷെ അതിനോടൊപ്പം വരുന്ന സംഘർഷങ്ങളെ നിങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നത് പേഴ്സണൽ ആരോപണം. ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്താൻ, പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയൊരു ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു, മുന്നോട്ട് പോയി. അവർ ബഹിഷ്കരിച്ചു. ഞങ്ങൾക്ക് കേരളത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നാട്ടിലുള്ള ജനങ്ങളുടെ സഹായത്തോടെ മൈക്ക് വെച്ച് കെട്ടി ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സംസാരിക്കാൻ അവകാശമുണ്ടോ? 100% ഉണ്ടല്ലോ. നമ്പർ 1. നമ്പർ 2, ഈ പറഞ്ഞ കാര്യത്തിൽ, ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത പറയാനുണ്ടോ? പൊളിറ്റിക്കലായിട്ട് കേന്ദ്രത്തോടുള്ള ഒരു വിമർശനമാണ്. പൊളിറ്റിക്കലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ വിമർശിക്കുകയല്ലേ ചെയ്ത്. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് തരേണ്ട, സ്റ്റേറ്റിന് തരേണ്ട ഇന്ന കാര്യങ്ങൾ എണ്ണിയാണ് ഞങ്ങൾ വിശദീകരിച്ചത്. ഞാൻ പ്രസംഗിച്ച എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 60,009 കോടി രൂപ ഈ വർഷം നമുക്ക് കിട്ടണം. ഈ പറയുന്ന കാശ് കേന്ദ്രം തരാൻ വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട പ്രതിപക്ഷം ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതുകൊണ്ട് കേന്ദ്രം മോശമാണെന്ന് ഞങ്ങൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങൾ അക്ഷരം മോശപ്പെടുത്തിയില്ലല്ലോ. ധനകാര്യമന്ത്രി ഞങ്ങൾ മോദിയെ കുറിച്ച് പറയാൻ പിണറായി വിജയന് ഭയമാണ്. ഞങ്ങൾക്ക് ആരെപ്പറ്റിയും പറയാൻ ഒരു ഭയമില്ല, പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് തരാനുള്ള പണം, കേരളത്തിന് കിട്ടാനുള്ള പണം തരണം. അത് ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഇനി ഞങ്ങളുടെ ഭാഗത്തൊരു ഡിഫക്റ്റ് ഉണ്ട്. അതായത് ഞങ്ങളിവിടെ മിസ്മാനേജ്മെന്റ് ഉണ്ട്. ഏറ്റവും നല്ല ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ഈ വർഷത്തെ. ഞാൻ തോമസ് ഐസക്കുമായിട്ട് ഇന്റർവ്യൂ എടുത്ത് ഞാൻ പ്രേക്ഷകരോട് കാണിച്ചു. ഞാൻ ചെറിയതായിട്ട് എക്കണോമിക്സ് പഠിച്ചതാണ്. നമുക്ക് ഈ വർഷത്തെ 23,000 കോടിയിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഫിനാൻസ് മാനേജ്മെന്റ്. നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കുറവ് വന്നു. നമ്മുടെ തനത് വരുമാനത്തിൽ വർധനയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പണം കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കേന്ദ്രം പറഞ്ഞിട്ടല്ലേ ചെയ്തത്. ഉദാഹരണം, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം, സെൻട്രൽ സ്റ്റേറ്റ് സ്കീമല്ലേ. അല്ലെങ്കിൽ നെല്ലെടുക്കണം, സെൻട്രൽ സ്റ്റേറ്റ് സ്കീമല്ലേ. ഈ തരാനുള്ള പണം തരാൻ ഞങ്ങൾക്ക് ഇത്ര കാലത്ത് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ഇല്ല, ഞങ്ങളോട് പറഞ്ഞാൽ മതി, നിങ്ങളത് കടമെടും. അങ്ങനെയാണ് കടമെടുക്കാനുള്ള അവകാശത്തിലുണ്ട്. ഇത് കടമെടുക്കാനാകുന്ന പോപ്പുലേഷൻ അനുസരിച്ചാണെങ്കിലും 2.6 നമുക്ക് കിട്ടണം. 1.98 കിട്ടുന്നുള്ളൂ. പോപ്പുലേഷന്റെ ആനുപാതികമായ പൈസയും കിട്ടുന്നില്ല. ഈ കടമെടുക്കാൻ വികസനത്തിന് വേണ്ടി എടുത്ത ക്യൂബിയുടെ മറിയക്കുട്ടിയുടെ കാര്യം ചോദിച്ചല്ലോ. ആ പാവ അമ്മച്ചി എന്തിനാ വിഷമിപ്പിക്കുന്നത്? ഞങ്ങൾ ആ അമ്മച്ചിക്ക് പണം കൊടുക്കാൻ തയ്യാറല്ലേ? കാരണം പെൻഷൻ കൊടുത്തോണ്ടിരുന്ന. എന്തുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക വന്നത്? അതിനെപ്പറ്റി കൂടി പറയണ്ടേ? ഇപ്പൊ കോടതിയുടെ മുമ്പിലേക്ക് ഈ വിഷയം വന്നു. അതിന്റെ പിന്നെ രാഷ്ട്രീയം ഉണ്ട്, അതിന് സംശയം വേണ്ട. ഇങ്ങനെ ഓരോ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിക്കുക. 62 ലക്ഷം ആൾക്ക് 1,600 രൂപ വെച്ച് കൊടുക്കാൻ എത്ര 1000 കോടി രൂപ വേണം? ഇത് കൃത്യമായി കൊടുത്തു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 18 മാസം കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളതുകൊണ്ടല്ലേ ഞങ്ങളത് കൊടുത്തത്, ഞങ്ങളത് വർദ്ധിപ്പിച്ചത്. അപ്പൊ മറിയക്കുട്ടിയോട് സ്നേഹമുള്ളത് ഞങ്ങൾക്കല്ലേ? ഇവർക്കാണോ? ഇവർ 5 പൈസ കൊടുത്തോ? ഇവരുടെ കാലത്ത് 18 മാസം മറിയക്കുട്ടി കുടിശ്ശിക വരുത്തിയത്. ഇപ്പൊ 2-3 മാസം കുടിശ്ശിക, അതിപ്പോ കൊടുക്കും. ക്രിസ്മസിന് കുറെ പണം കൊടുക്കാനായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. ആ ഒരാളിനെ ഉപയോഗിച്ച് കോടതി കേസ് കൊടുത്ത് കോടതിയുടെ ഒരു വിമർശനമൊക്കെ വന്നത് വലിയ ഊതിപ്പൊലിപ്പിച്ച് ചില മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി വരുമ്പോൾ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് കേരളത്തിന് കിട്ടാനുള്ള പണം കൂടി തരൂ. നമ്മൾ മറിയക്കുട്ടിക്ക് പെൻഷൻ നാളെ രാവിലെ കൊടുക്കാം. ഇല്ലാതെ എവിടെ നിന്ന് കൊടുക്കും? ഇത് മറിയക്കുട്ടിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമില്ല. നാളെ സർക്കാർ ജീവനക്കാരനെ ബാധിക്കാൻ പോകുന്ന വിഷയമായിരിക്കാം. അല്ലെങ്കിൽ നിലവിൽ മറ്റ് പെൻഷനുകൾ കിട്ടുന്ന ആളുകളെ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ കടമെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കിബി അടക്കം അത് നമ്മുടെ പൊതുകടമായിട്ട് വന്നു. പൊതുകടമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് തരാനുള്ള പണം എങ്ങനെയും തരാതിരിക്കുക, എങ്ങനെയും നമ്മളെ വരിഞ്ഞു കൊടുക്കുക രാഷ്ട്രീയങ്ങളിലേക്ക്. എന്നിട്ട് ഇവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നം. പക്ഷേ ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് വിശദീകരിക്കുമ്പോഴും ഇപ്പോൾ ഇതിന്റെ ഫോക്കസ് പോയിന്റ് നിൽക്കുന്നത് ഈ പറയുന്ന സംഘർഷത്തിലേക്കും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരോടും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നടത്തിയ അതിക്രമത്തിന്റെയൊക്കെ വാർത്തകളിലേക്കാണ്. എൻ്റെ ഒരു സംശയമാണ്. കാരണം നമ്മളടക്കമുള്ള ചാനലുകളുടെ എല്ലാം ക്യാമറ കണ്ണുകളിലേക്കാണ് ഈ പ്രതിഷേധം വരുന്നത്. ആ പ്രതിഷേധത്തെ കുറച്ചുകൂടി സംയമനത്തിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നോ മിനിസ്റ്റർ? അല്ല, ഞാനൊരു കാര്യം പറയാം. ഓരോക്രമത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞങ്ങള് ആദ്യം ഒരു വണ്ടിയുടെ മുമ്പിൽ ചാടി ഞങ്ങളെല്ലാം വണ്ടി വരികയാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ രക്ഷാദൌത്യം ഏറ്റെടുത്തത്. അത് മുമ്പിലോട്ട് ചാടി ശരിക്കും ആ ചെറുപ്പക്കാരൻ വണ്ടിക്ക് അടിയിൽപ്പെട്ട് മരിച്ചു പോകണം. ഇന്നലെ ഇടിച്ചതുപോലെ അല്ലേ എസ്കോർട്ട്? അതെ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ വളരെ വലിയ സ്പീഡിലാണ് ഈ വണ്ടി വരുന്നത്. കാരണം നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ ദൂരെ ആയിരിക്കും അടുത്ത പരിപാടി. അപ്പൊ നല്ല സ്പീഡിൽ പോകും. മാത്രമല്ല പൈലറ്റും എസ്കോർട്ടും ഫ്രണ്ടിൽ പോയി റോഡ് ക്ലിയർ ചെയ്താൽ പോകും. അപ്പൊ നല്ല സ്പീഡിൽ പോകും. ഈ സമയത്ത് ഒരാൾ വന്ന്
ഫ്രണ്ടിൽ വീണാൽ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇവരാൾ ഓടി വരുന്നത് നമ്മൾ കാണുന്നു. പെട്ടെന്ന് നമ്മുടെ ചെറുപ്പക്കാരെ അവിടെ നിന്ന് ഡിവൈഎഫ്ഐ ആണെന്ന് അറിയത്തില്ല, അവിടെ നിന്ന് ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റി ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി ആ ഭാഗങ്ങളിൽ. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങേ സൈഡിൽ കൂടെ വീണ്ടും ഓടി വരുന്നു. അപ്പൊ ഇപ്പുറത്തൂടെ അതിലെല്ലാം നിങ്ങളുടെ ക്യാമറയിലുണ്ട്. ഇവിടാണല്ലോ തുടക്കം. അപ്പൊ മുഖ്യമന്ത്രി പിറ്റേ ദിവസം പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കാര്യം പറഞ്ഞു, ഒരു തരത്തിലും ഇത്തരത്തിൽ അക്രമം സംഘടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം ചില കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളൊരു സംയമനം പാലിക്കണം. CPM സംസ്ഥാന സെക്രട്ടറി കൃത്യമായി ഈ കാര്യം ആവർത്തിച്ച് വിശദീകരിച്ചു. ഞങ്ങളൊക്കെ പിന്നീട് സംസാരിച്ചിടത്തും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞങ്ങളുടേതായ കുറ്റം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കായംകുളത്തൊരു സംഭവം ഉണ്ടായി. ഒരു 3-4 ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐ ആണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അവിടെ പോയി ചില 1-2 വിഷയങ്ങളുണ്ടായി, അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമ്മളെ ന്യായീകരിക്കുന്നത്. അംഗപരിമിതനായ ഒരു സുഹൃത്ത് ഞാൻ ആദ്യം നമ്മുടെ ആളുകളെ ഉപദ്രവിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പരിശോധിക്കാൻ ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. ആയിക്കോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അംഗപരിമിതിയുള്ള ഒരാളിനെ നമ്മുടെ ആൾ ആരെങ്കിലും ഉപദ്രവിച്ചു. അപ്പൊ ഞാൻ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഒരാൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചതായിട്ടൊരു വാർത്ത എന്റെ മുമ്പിൽ വന്നു. അത് അന്വേഷിക്കാൻ വെച്ചിരിക്കുക. അത് അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ കടയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയടി നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കും. ഇത് ഞാൻ പറയാൻ കാര്യം, അന്വേഷിച്ച് നമ്മുടെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം ഞങ്ങൾ ക്ലിയറായി പറഞ്ഞു, നിങ്ങൾ അനാവശ്യമായി ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അക്രമവും അന്വേഷിച്ചിരിക്കും, സംശയമൊന്നുമില്ല. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരനെ കയറി അടിച്ചേച്ച് പിന്നെ അവിടെ വേദവസം വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ പ്രതികരിച്ചു കാണും. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ കണ്ടോണ്ട് നിൽക്കുകയാണ്, ഈ വലിയ പട്ടിക കഷ്ടം യൂത്ത് കോൺഗ്രസ്സുകാരെടുത്ത് ഡിവൈഎഫ്ഐക്കാരെ അടിക്കുന്നു. അവിടെയാണ് ഈ പോലീസ് വണ്ടി ഇടിച്ചെന്ന് പറയുന്നത്. നമ്മുടെ മുമ്പേ വെച്ച് അടിക്കുകയാണ്. അടിച്ചപ്പോൾ തിരിച്ച് ഡിവൈഎഫ്ഐക്കാർ പ്രതികരിച്ചു കാണും. അതിനെപ്പറ്റി എന്താ അന്വേഷിക്കാനാ? അടി മേടിക്കാനായിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയോ ഡിവൈഎഫ്ഐക്കാരെ ഇവർ കയറി ആക്രമിച്ചു. അതല്ല ഞങ്ങൾ പറഞ്ഞത്. അങ്ങോട്ട് പോയി അനാവശ്യമായിട്ട് ഒരു ആക്രമണം സംഘടിപ്പിച്ച ഒരു കേസ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഞങ്ങൾ പരിശോധിക്കും. ശരി, നമ്മൾ തീരുമ്പോൾ ഈ KPCC പ്രസിഡന്റിന്റെ ആഹ്വാനമാണ് ഇന്ന് മുന്നിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഈ DGP ഓഫീസിലേക്കുള്ള മാർച്ച് വരും. ആ DGP ഓഫീസിലേക്കുള്ള മാർച്ച് യഥാർത്ഥത്തിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്നുകിൽ അവര് ഗാന്ധിയന്മാരായിട്ട് പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും. ഗാന്ധിയന്മാരായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. പരമാവധി സർക്കാർ സംയമനം പാലിക്കും. പരമാവധിയല്ല, 100% സംയമനമാണ്. 101% സംയമനമായിരിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു അവസരം ഉണ്ടാകില്ല. അതേ സമയത്ത് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും നിയമസമാധാനം ക്രമസമാധാനം കയ്യിലെടുക്കാനും പരിശ്രമിച്ചാൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള സംവിധാനമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത്. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും നമ്മൾ അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര മാനവീയനോട് എനിക്കൊരു ഉപദേശമുണ്ട്. അമേരിക്കയിൽ പോവല്ലേ, നമുക്ക് വലിയ ഇഷ്ടമുള്ള ആളാ. ചികിത്സയൊക്കെ കഴിഞ്ഞ് വീണ്ടും KPCC നേതാവായി വന്ന് പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആരെയും വ്യക്തിപരമായി നമ്മൾ അവമാനിക്കുകയും മോശപ്പെടുത്തുകയും വേണ്ട. സമരങ്ങൾ നിങ്ങളും നമ്മളും നടത്തിയിട്ടുണ്ട്. സമരങ്ങളിലൊട്ട് ഞങ്ങൾ മോശക്കാരുമല്ല. അധികാരം വരും പോവും. പക്ഷേ കേരളമാണ് വലുത്, ജനങ്ങളാണ് വലുത്. അതുകൊണ്ട് ഈ ജനങ്ങൾ ഉന്നയിച്ച 136 മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ, ക്രിയാത്മകമായി ഉന്നയിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ KPCC പ്രസിഡന്റിനോട് പറയുന്നത്. പ്രതിപക്ഷമാണ് പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വ്യക്തിപരമായി ആക്ഷേപിച്ചോളെ. അതുകൊണ്ട് അത് ഞാൻ പറയില്ല. ഇത് റിയാസിനെ പറ്റി പറഞ്ഞു കേട്ടില്ലേ, അത് എന്നെ പറ്റി പറഞ്ഞു കേട്ടില്ലേ. ഞങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ്. KPCC പ്രസിഡന്റിനേക്കാൾ സീനിയറാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത്. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. VD സതീശൻ അത്ര ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സഹിച്ച ത്യാഗം പോലെ VD സതീശൻ സഹിച്ചിട്ടുണ്ട്. എന്നെ ചീത്ത വിളിക്കും VD. ഞാൻ ജയിലിൽ കിടന്നവനല്ലേ, അടി കൊണ്ടവനല്ലേ, പോലീസ് മർദ്ദനമേറ്റല്ലേ, ഞാൻ ഏതെങ്കിലും ഒരു സമരത്ത് ഓടിപ്പോയിട്ടുണ്ടോ, സംഘാടകനല്ലേ. ഞാൻ എന്തിനാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച രാഷ്ട്രീയക്കാരല്ലേ ഞങ്ങളല്ലേ. നിങ്ങൾ വല്ല ആക്ഷേപിച്ച ജനങ്ങൾ വല്ല ഞങ്ങളെ തള്ളിക്കളയുമോ? KPCC പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. KPCC പ്രസിഡന്റിനോട് പറയുന്നത് പറഞ്ഞാൽ ഈ കണ്ണൂരിൽ നിന്ന് വന്നല്ലേ, നമുക്ക് അദ്ദേഹത്തെ തന്നെ വിളിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ് ഇപ്പൊ ലീഗിന്റെ സ്റ്റാൻഡ് എന്താ, ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹു പറഞ്ഞല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഈ അടി വെറുതെ ഈ ചെറുപ്പക്കാർ ഈ കേസ് യൂത്ത് കുഞ്ഞുങ്ങളാ. ഇപ്പൊ എന്റെ മക്കളുടെ പ്രായമുള്ള പിള്ളേരാ.
ഇവരൊക്കെ വെറുതെ ഈ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി അടികൊണ്ട് കേസ് പ്രതിയായി അവരുടെ ജന്മം കളയണ്ട. എനിക്ക് അവരോട് ഉപദേശമുണ്ട് യൂത്ത് കോൺഗ്രസിന്, അടികൊണ്ട് ജന്മം പാഴാക്കരുത്. അടികൊണ്ട് ജന്മം പാഴാക്കരുത്. അപ്പോൾ അതാണ് യൂത്ത് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം. KPCC പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് മിനിസ്റ്റർ സജി ചെറിയാൻ. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു പാട്ടോട് കൂടി അങ്ങ് അവസാനിപ്പിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി, മാനവീയം വീഥി, പാട്ടില്ലാതെ എന്ത് പ്രഭാതം അല്ലേ? വാ മോളെ, എന്താ പേര്? നിക്സ ജോയ്സ് ജോയ്. നിക്സ ജോയ്സ് ജോയ് ഏത് തരം പാട്ടാ പാടുന്നത്? ഞാൻ കൊറിയൻ ഭാഷയിലെ പാട്ട് പാടും. കൊറിയൻ ഭാഷയിൽ. മിനിസ്റ്റർ കൊറിയൻ ഭാഷയില്ല. മിനിസ്റ്റർ കൊറിയൻ ഭാഷ അറിയോ? മോളത്തിലാണ് പഠിക്കുന്നത്. ഞാൻ 6-ല് BPM HSS വളരെ. കൊറിയൻ ഭാഷ അറിയോ? കൊറിയൻ ഭാഷ അറിയോ? ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭാഷ പഠിക്കുന്നുണ്ട്? ഞാൻ കൊറിയൻ മാത്രം. കൊറിയൻ ഭാഷയോട് പ്രത്യേകത തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഷകളോട്. ആണല്ലേ? എന്താ പിന്നെ ആട്ടെ ഒരു പാട്ട് കൊണ്ടാർക്ക്. മിനിസ്റ്റർക്ക് കൊറിയൻ ഭാഷ അറിയോ? എന്റെ പൊന്നെ മലയാള ഭാഷ എനിക്കറിയാം. കുറിക്കാൻ അറിയാം അല്ലേ മിനിസ്റ്റർ? കുറിക്കാൻ അറിയാം, കൊറിയൻ ഭാഷ അറിയില്ല എന്നുള്ളതല്ലേ? ഇപ്പൊ ഈ പ്രായമൊക്കെ ആയില്ലേ, ഒന്ന് പോണം. 5-6 ഭാഷയൊക്കെ പഠിക്കാൻ. നമ്മളെ അപ്പോ പാട്ട് പാടാം മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ. ശരി. 아름답고 원울래 반짝이는 내 날개를 닮은 길하는 사계 덤자 뒤집고 서있어 Run your body 사람들의 body 사람들의 high 내가 속에 lalai Don't be shy baby 이제 lie with this 이제 count with this carnival 세상에 다 속에 난 금이란 세상에 tell you like that 봄 같은 밤은 날았을 맘 바라나 blue sky make it on the morning days വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. എന്താ ഈ പാട്ട് പാടിയതിന്റെ അർത്ഥം? നമ്മൾ ഇത്രയും പാട്ട് പാടി അതെ, സ്നേഹാദരം. അതെ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സ്നേഹം. സന്തോഷായില്ലേ? ആള് ചിരി നോക്കിയേ. വേൾഡ് റെക്കോർഡ് ഉണ്ടോ? വേൾഡ് റെക്കോർഡ് ഉണ്ട്. എന്താണ് വേൾഡ് റെക്കോർഡ്? 9 ഭാഷയിൽ 37 പാട്ട് കണ്ടിന്യൂസ് ആയി. 9 ഭാഷയിൽ അപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സ്നേഹം കൂടി കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ആയല്ലോ? ഒരു കാര്യം പറയാം, എല്ലാ ഭാഷയും മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷകളാണ്, മനുഷ്യണ്ടാക്കാണ്. പക്ഷെ അതിലൂടെ എല്ലാം നമ്മൾ കാണേണ്ടത് ഒരു മാനവികതയാണ്. ഈ മാനവീയം കോളനി വെച്ച് ഈ സ്ഥലത്ത് പറയുമ്പോൾ മാനവികതയ്ക്കുള്ള ഒരു പ്രാധാന്യം ഈ നവകേരള സദസ്സിന് സംജാതമായിട്ടുണ്ട്. കാരണം എല്ലാ ആളുകളെയും നമുക്ക് കോർത്തിണക്കാൻ കഴിയും. ഈ കുഞ്ഞിന്റെ ഈ പാട്ടിലൂടെ, ഈ ഭാഷയിലൂടെ ലോകത്തിന് മുമ്പിൽ കൊടുക്കുന്ന സന്ദേശം മാനവികതയാണ്. ഒരു കാര്യം പറയാം, കെ സുധാകരനോട് പറഞ്ഞ കാര്യം, യൂത്ത് കോൺഗ്രസിനോട് പറഞ്ഞ കാര്യം ആവർത്തിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കണം. തീർച്ചയായിട്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാം. ചർച്ചയ്ക്ക് വരൂ പ്രിയപ്പെട്ട സുധാകര എന്നുള്ളതാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഒരു ഉപഹാരം. മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഒരു ഉപഹാരം മിനിസ്റ്റർക്ക്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. അങ്ങനെ നവകേരള സദസ്സിന്റെ യാത്ര തുടരുകയാണ്. മിനിസ്റ്റർ നമുക്കൊപ്പം 2 അഭ്യർത്ഥനകൾ വെച്ചിരിക്കുന്നു. ഒന്ന്, KPCC പ്രസിഡന്റ് കെ സുധാകരനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനോട് അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ അടികൊണ്ട് ജന്മം പാഴാക്കരുത് എന്നതാണ് യൂത്ത് കോൺഗ്രസിനോടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഉപദേശം. ഒപ്പം KPCC പ്രസിഡന്റ് കെ സുധാകരന് അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞു വന്നാൽ നമുക്ക് സമാധാനപരമായി ചർച്ചയ്ക്കിരിക്കാം. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ധനവിഹിതം നമുക്ക് ഏറ്റുവാങ്ങാമെന്നതാണ് അറിയിക്കുന്നത്.